പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൈകൾ ഉയർത്തി ഹല്ലേലൂയ. ലോകമെമ്പാടും എത്തേണ്ട ഒരു ശുശ്രൂഷയാണിത്. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും മാറിപ്പോകാൻ വലതുകരം ഉയർത്തി നമുക്ക് അമ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കാം. നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും തിരുസഭയുടെയും ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെയും ഷാലോം നൈറ്റ് വിജിന്റെതിരെയും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്തു കളയണമേ, തകർത്തു കളയണമേ. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു സ്തുതി ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവത്തെ ആരാധിക്കാൻ പറ്റുക. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ സാധ്യമല്ല. കാരണം സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം നിറഞ്ഞാൽ അടുത്ത ആര് നിൽക്കുന്നുണ്ട്, എൻ്റെ സാഹചര്യം എന്താ, രോഗം ആണോ, അതൊന്നും നോക്കത്തില്ല. സ്നേഹം പ്രതിബന്ധം അറിയാതെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, ശക്തീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്തുതി ആരാധനയിൽ നേതൃത്വം കൊടുക്കുന്നത് ഷാലോം ശുശ്രൂഷകയായ ഷിജിമോൾ NC ആണ്. സഹോദരിയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു, നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും, സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും, ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും, സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും, ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. അതെ, കർത്താവ് ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മേൽ വലിയ കൃപകൾ ചൊരിയുവാനായിട്ട് ഈശോ ഇന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നല്ലൊരു ദൈവാരാധനയ്ക്കായിട്ട് നമ്മൾ ഈ നിമിഷങ്ങളിൽ ഒരുങ്ങുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോഴായിരിക്കാം. അവിടുന്ന് വീണ്ടും നമ്മോട് ചോദിക്കുന്നു, ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന്? അതെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നാം ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതായിട്ടില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ സുരക്ഷിതമായിട്ട് അവിടുന്ന് കാത്തുകൊള്ളും. നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കുവാനും നോക്കുവാനും പരിപാലിക്കുവാനും എല്ലാം കഴിവുള്ള നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈ സമയങ്ങളിൽ വെച്ചു കൊടുക്കാം. കർത്താവ് നൽകുന്ന ആനന്ദവും ആഹ്ലാദവും എല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഇത് ആരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയപൂർവ്വം കടന്നു വരുന്നു, അവരെല്ലാം അനുഗ്രഹിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. പരമാർത്ഥതയോടെ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയെ പോലും അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. ആ വലിയ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാ പീഡകളിൽ നിന്നും, എല്ലാ ക്രോധങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവാണ് അവിടുന്ന്. ഇപ്രകാരം പീഡകളുടെ കരങ്ങളിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ ആളുകൾ ഒരു വ്യക്തിയെ ഓടിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അനേകം ആരോപണങ്ങളും അവളുടെ മേൽ അവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും കർത്താവ് ഒന്നും മുറിയാടാതെ നിലത്തെന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു. അവരുടെ ആവശ്യം ശക്തമായപ്പോൾ കർത്താവ് ശിരസ്സുയർത്തി അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എന്നിട്ട് വീണ്ടും അവിടുന്ന് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത്, പ്രായമുള്ളവർ ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. അവസാനം ഈശോയും ആ സ്ത്രീയും മാത്രം അവിടെ അവശേഷിച്ചു. അവിടുന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ മറുപടി പറഞ്ഞു, ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. അപ്പോൾ അവിടുന്ന് പറയുകയാണ്,
ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അതെ പ്രിയമുള്ളവരെ, എത്ര പാപം ചെയ്താലും നമ്മെ വേദനിപ്പിക്കാത്ത, നമ്മെ വിധിക്കാത്ത, നമ്മെ കുറ്റപ്പെടുത്താത്ത ഒരു ദൈവമാണ് അവിടുന്ന്. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം നമുക്കിപ്പോൾ സമർപ്പിച്ചു കൊടുക്കാം. ഏതെല്ലാം ജീവിതാവസ്ഥകളിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നതെങ്കിലും ആ അവസ്ഥകളിൽ നിന്നെല്ലാം വീണ്ടെടുത്ത് അനുഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കും. അതിനാൽ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഒരു നോട്ടം കൊണ്ട് പോലും അവിടുന്ന് നമ്മെ അവഗണിക്കുകയില്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് അവിടുന്ന്. ഹെബ്രായ ലേഖനത്തിൽ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങളുയർത്തി ജീവിതം സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും. ഏതവസ്ഥയിലും എന്നെ കൈക്കൊള്ളുന്ന എൻ്റെ നല്ല യേശുവിനെ കണ്ടുകൊണ്ട് നമുക്ക് ഹൃദയപൂർവ്വം അവിടുത്തെ ആരാധിക്കാം. നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതങ്ങളെ അവിടത്തേക്കായി വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഗാനമാലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരാളും ചേർന്ന് പാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ ഉള്ളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, പൂർണ്ണമായി നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവമാണ് അവിടുന്ന്. സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കൈയടിച്ച് സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ദ്വാര നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. ആരെല്ലാം ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് എനിക്കുള്ളത്. അവിടുന്ന് മാത്രമാണ് എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവം. ആ ദൈവത്തെ നമ്മൾ ഹൃദയപൂർവ്വം ആരാധിക്കാം. കരമൊന്ന് ഉയർത്തിയടിച്ച്, കരങ്ങൾ ഉയർത്തിയടിച്ച്. കൈകൾ താഴ്ത്തി. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു.
പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നീ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. അതെ, അനന്തമായ കൃപകളാൽ എന്നെ നിറയ്ക്കുന്ന എൻ്റെ ദൈവത്തിനായി ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ഉറവേറ്റതിനെ വെച്ച് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. എല്ലാ ഉത്കണ്ഠകളെയും നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ ഹൃദയഭാരങ്ങളെയും കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സത്യത്തിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്റെ ഹൃദയവനങ്ങൾ ശമിപ്പിക്കണമേ, നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. മനക്ലേശത്തിൽ തന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ അവിടുന്നാണല്ലോ എന്നെ മോചിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ ആനന്ദത്തോടെ നമുക്ക് നൃത്തമാടി അവിടുത്തെ ആരാധിക്കാം. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. വളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. തളർന്നു പോയ എൻ്റെ ജീവിതത്തിന് കരുത്തും ശക്തിയും പകരുവാൻ കഴിവുള്ള എന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ ദൈവത്തെ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് സന്തോഷത്തോടെ ഹൃദയാനന്ദത്തോടെ അവിടുത്തെ ആരാധിക്കാം. കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. ആരുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ ദിനമുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിട ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് മാത്രമാണ് കർത്താവ്. യശയ്യാപ്രവാചകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊണ്ട് നൽകുകയില്ല. സർവ്വമഹത്വത്തിന്
സ്തുതിക്കാനും യോഗ്യനായ കർത്താവിനെ അവനെ ഉയർത്തി നമുക്ക് ആരാധിക്കാം. അവിടെ നല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നമുക്കിരിക്കാം.